ഈ വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. We have entered the last month of this year. കഴിഞ്ഞ 11 മാസം കർത്താവ് അത്ഭുതകരമായി നമ്മെ നടത്തി. The Lord led us miraculously the last 11 months. ഈ 12ാമത്തെ മാസത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാണ്. This 12th month, extraordinary miracles will happen in our lives. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18ാം അധ്യായം 30ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു. 1 Kings chapter 18 verse 30 says, ഇവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠത്തെ ഏലിയാവ് നന്നാക്കി. Elijah built the broken altar of the Lord. വചനം പറഞ്ഞിരിക്കുന്നു 12 കല്ല് എടുത്ത് വീണ്ടും അത് പണിയാൻ തുടങ്ങി. The word of God says that he built using 12 stones. സ്വർഗീയ തീ ഇറങ്ങാൻ അസാധാരണമായ മഴ പെയ്യുവാൻ 12 കല്ല് എടുത്തു വെച്ചു. For the heavenly fire to come down, for that outpouring, he used these 12 ഈ stones. 12 എന്ന നമ്പർ വേദപുസ്തകത്തിൽ ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട്. This number 12 is very much emphasized in the word of God. യേശു കർത്താവിന്റെ 12 ശിഷ്യന്മാർ, The 12 disciples of the Lord Jesus, 12 ഗോത്രങ്ങളെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നു. the 12 tribes. അങ്ങനെ 12 കല്ല് എടുത്തു വെച്ച് യാഗപീഠം ഏലിയാവ് പണിതു. Likewise, the 12 stones with which Elijah rebuilt the altar. ഈ 12ാമത്തെ മാസത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അസാധാരണമായി നമ്മുടെ ജീവിതത്തിൽ ഒരു മഴയായി പെയ്തിറങ്ങാൻ പോവുകയാണ്. This 12th month, the supernatural miracle of God will outpour in our lives like a rain from heaven. 12 കല്ല് എടുത്തു വെച്ച് പണി പൂർത്തിയായി. With the 12 stones, the altar was rebuilt. അത് പൂർത്തിയാക്കി, കംപ്ലീറ്റ് ചെയ്തു. The work was accomplished. 12ാമത്തെ മാസത്തിന്റെ പ്രാരംഭത്തിൽ ദൈവാത്മാവരം ചിലത് കംപ്ലീറ്റ് ചെയ്തത് മുഖാന്തരം അതിന്റെ മേൽ സ്വർഗീയ മഹത്വം വ്യാപരിക്കും. അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ഉണർവിന്റെ മഴ പെയ്യുവാനിടയായി. So likewise, in this 12th month, many works of the Lord will be accomplished, and the rain of heaven will glorify the works of the അടുത്തൊരു Lord. പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില റിസൾട്ടുകൾ ഈ മാസത്തിൽ ദൈവാത്മാവ് തരാൻ പോകുകയാണ്. Before you enter a new year, God is going to give you results in this 12th month. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you.